പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒടുവിൽ നടപടി വന്നിരിക്കുന്നു. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ SHO സരിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ കൊടിയ പീഡനം നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടിക്ക് അഭയം എവിടെയാണ് എന്നതാണ് പ്രധാന ചോദ്യം. പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കാണുന്നത് പ്രതിയുടെ തോളിൽ കൈയിട്ടു നിൽക്കുന്ന പോലീസുകാരനെയാണെങ്കിൽ എങ്ങനെ ആ പെൺകുട്ടിക്കും കുടുംബത്തിനും നിർഭയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതിക്കു വേണ്ടി അവരുടെ മുന്നിൽ ചോദ്യങ്ങൾ ചോദിക്കാനും പരാതി പറയാനും കഴിയും? പിന്നെ എവിടെ നിന്നാണ് അവർ നീതി പ്രതീക്ഷിക്കേണ്ടത്? പോലീസ് കാണിച്ച അലംഭാവം തന്നെയാണ് പ്രതി രാഹുലിന് രാജ്യം വിടാൻ സഹായമായത്. ബാംഗ്ലൂരു വഴി വിദേശത്തേക്ക് കടന്നുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിനിടെയാണ് രാഹുൽ മറ്റ് വിവാഹം കഴിച്ചതിൻ്റെ തെളിവുകളും പുറത്തുവരുന്നത്. നോക്കാം, നിയമങ്ങൾ നോക്കുകുത്തിയായോ? പന്തീരങ്കാവ് കേസിലെ പ്രതി രാഹുൽ P. ഗോപാൽ വിവാഹ തട്ടിപ്പ് വീരനെന്ന് സൂചന. കഴിഞ്ഞ വർഷം മറ്റൊരു യുവതിയുമായി ഇയാൾ വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. രാഹുലിന്റെ ബഹുഭാര്യത്വം ചൂണ്ടിക്കാട്ടി യുവതി പോലീസിൽ പരാതി നൽകി. നേരത്തെ വിവാഹം കഴിച്ച വിവരം രാഹുൽ മറച്ചുവെച്ചെന്ന് പറവൂരിലെ യുവതിയുടെ കുടുംബവും പറഞ്ഞു. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായി രാഹുൽ P. ഗോപാൽ രജിസ്റ്റർ വിവാഹം ചെയ്തത് കഴിഞ്ഞ വർഷം. കഴിഞ്ഞ മെയ് 5-ന് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു രജിസ്റ്റർ വിവാഹം. ഇതിനുശേഷം രാഹുലിന്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതോടെയാണ് യുവതി വിവാഹമോചനം തേടിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. വിവാഹമോചന നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായി രാഹുലിന്റെ വിവാഹം. നേരത്തെ വിവാഹം കഴിച്ച വിവരം രാഹുൽ മറച്ചുവെച്ചുവെന്ന് പറവൂരിലെ പെൺകുട്ടിയുടെ അമ്മ റിപ്പോർട്ടറിനോട്. എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞതാണ്. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പേര് ഇതുപോലെ പോകാറില്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പറയണു അതിനു മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടെന്ന്. ഇതൊന്നും നമ്മൾക്കറിയില്ല. എന്നാൽ എന്തോരം അതിനെ കുറിച്ച് അന്വേഷിച്ചു. ഇവര് ഇതിങ്ങനെ തുടക്കം കൊണ്ട് അന്വേഷിച്ചിട്ടും ഒരാളെങ്കിലും നമ്മളോട് പറയണ്ടേ? നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് രാഹുൽ രണ്ടാം വിവാഹം കഴിച്ചത്. ഹിന്ദു മാരേജ് ആക്ടിലെ 17-ാം ആക്ട് പ്രകാരം രാഹുൽ നടത്തിയത് ഗുരുതര കുറ്റകൃത്യം. അതേസമയം എറണാകുളം സ്വദേശിനിയും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. വിവാഹം കഴിച്ച് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി രാഹുൽ കബളിപ്പിച്ചെന്നാണ് ആരോപണം. സംഭവത്തിൽ രേഖാമൂലം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എറണാകുളം സ്വദേശിനി. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഈ കേസിൽ രാഹുലിന്റെ ബന്ധു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം പെൺകുട്ടിയുടെ അമ്മയുണ്ട്. അഡ്വക്കേറ്റ് ഷാനിബ അലിയും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം രാഹുൽ ഗോപാലിന്റെ ബന്ധുവിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ തൽക്കാലം പേര് വെളിപ്പെടുത്തുന്നില്ല, കാരണം അവർ ഇതുവരെയും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് അവർ പറഞ്ഞു. പക്ഷേ രാഹുലിന്റെ ബന്ധുവാണ്. മാം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ രാഹുൽ വളരെ മൃഗീയമായിട്ടാണോ ക്രൂരമായിട്ടാണോ ഈ പെൺകുട്ടിയെ ആക്രമിച്ചത്? ഹലോ, കേൾക്കാം. എന്റെ ചോദ്യം കേട്ടിരുന്നോ? എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ പ്രതികരണം നടത്തുന്നത്. പക്ഷേ സത്യാവസ്ഥ പുറം ലോകത്തിനറിയാൻ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ ക്രൂരമായി രാഹുൽ മർദ്ദിച്ചിരുന്നോ ഈ കുട്ടിയെ? ഇല്ല, ഈ പറയുന്ന രീതിയിലൊന്നും മർദ്ദിച്ചിട്ടില്ല. കാരണം ആ പെൺകുട്ടി തന്നെ ആദ്യം പറഞ്ഞു അവളെ കർണത്തിന് തടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് രാഹുലും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം തടിച്ച സമയത്ത് പെൺകുട്ടി മുഖം തിരിച്ചപ്പോഴാണ് നെറ്റി ചെന്ന് ഭിത്തിക്കിട്ടിടിക്കുന്നത്. ആ ഇടിച്ച ഇടിയിലാണ് നെറ്റിയിൽ മുഴയുണ്ടാവുന്നത്. അതല്ലാതെ മുഷ്ടി ചുരുട്ടി തലക്കിട്ടിടിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചെയിൻ്റെ കഴുത്തിനിട്ട് ഏതാണ്ട് പിടിച്ച സമയത്ത് ചെയിൻ വരിഞ്ഞ തെറ്റാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് കഴുത്തിൻ്റെ പാട് വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ ഇപ്പം രാഹുൽ ഞങ്ങളോട് പറഞ്ഞ അറിവുകളാണ്. പിറ്റേ ദിവസം ഞങ്ങളോട് പറഞ്ഞ അറിവുകളാണ്. രാഹുലും പെൺകുട്ടിയും തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് ഇതാരെങ്കിലും കാണുകയോ അതിന് സാക്ഷ്യം വഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം തർക്കം നടക്കുന്ന സമയം ഒരു 2 മണി 3 മണിയാണെന്നാണ് അവർ പറയുന്നത്. അവർ ഒന്ന് കല്യാണപ്പുരയിൽ പോയി കല്യാണ പാർട്ടിക്ക് പോയിട്ട് പങ്കെടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ബീച്ചിലും പോയി വന്നതിന് ശേഷമാണ് ഒരു 3 മണിയാണെന്നാണ് രാഹുൽ പിറ്റേ ദിവസം ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എത്ര മണിയാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതെ, അല്ലല്ല, പുലർച്ചെ ബീച്ചിൽ നിന്ന് ആ സമയത്താണ് വന്നതെന്നാണ് പറഞ്ഞത്. മുറിയിൽ കയറി വിവാഹം കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച
ഈ ഒരാഴ്ച വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയാവുന്നു, അതുവരെ സന്തോഷത്തോടു കൂടി പുറത്ത് ബീച്ചിലൊക്കെ പോയി ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന രാഹുലും പെൺകുട്ടിയും അർദ്ധരാത്രിയിൽ പിറ്റേന്ന് പുലർച്ചെ 3 മണിയോടുകൂടി വാക്ക് തർക്കത്തിൽ ഏർപ്പെടും. അതെ അതെ പക്ഷേ അതെ അപ്പം അതിന് മുന്നേ തന്നെ ഈ കുട്ടിയുടെ ഫോണുമായിട്ട് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് സിമ്മ് മാറ്റണമെന്നും പിന്നെ അതുപോലെ തന്നെ ഒന്ന് ചില നമ്പറുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും. നിരന്തരമായിട്ട് ചില നമ്പറിൽ നിന്ന് ഇവൾക്ക് കോള് വരുന്നതാണ് ഇവന് ഇറിറ്റേഷൻ ഉണ്ടാക്കിയത്. അതിപ്പോൾ ഇവർ അസമയത്ത് അന്ന് രാത്രി ബീച്ചിൽ വന്നതിന് ശേഷം കിടന്നപ്പോഴും ഇവരുടെ ബെഡ്റൂമിൽ കിടക്കുമ്പോഴും ആ സമയത്ത് കോള് വരികയും ഇവൾ മെസ്സേജ് ചാറ്റ് ഈ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയും കണ്ടിരുന്നു. അത് സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞിട്ട് ഒന്നും കുട്ടി അനുസരിച്ചില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ചെറിയ വാക്ക് തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതാണ്. അങ്ങനെയാണ് രാഹുൽ ഞങ്ങളോട് പറഞ്ഞത്. ഇത് രാഹുൽ പറഞ്ഞ വിവരമാണ്. ഇങ്ങനെ ഏതെങ്കിലും ചാറ്റ് നടത്തിയതായിട്ട് നിങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല? അതെ അതെ ഞങ്ങളുമായിട്ട് കുട്ടി അടുത്തിടപഴകിയിട്ടില്ല. ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം കുട്ടി വീട്ടിൽ വന്നിട്ട് ഞാനുമായിട്ടോ അമ്മയായിട്ടോ ഇവിടെ ഒരു യാതൊരുവിധ സഹകരണവും ഞങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതായത് വിവാഹം കഴിച്ചു വന്നപ്പോൾ തന്നെ ഇങ്ങനെ അനാവശ്യമായ ചില കോളുകൾ വരുന്നുണ്ട് എന്ന വിവരം ഈ പെൺകുട്ടി രാഹുലിനെ അറിയിച്ചിരുന്നു. അത് ബ്ലോക്ക് ചെയ്യണമെന്ന് പെൺകുട്ടി തന്നെയാണ് പറഞ്ഞത്. അറിയിച്ചിരുന്നു. അല്ല, പെൺകുട്ടിയോട് രാഹുൽ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയോട് രാഹുൽ പറഞ്ഞു ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഫോണ് സിമ്മ് മാറ്റണം, നമ്പർ ബ്ലോക്ക് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ട് ഈ കുട്ടി കേട്ടില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. പെൺകുട്ടിയുടെ സിമ്മ് മാറ്റാനും ബ്ലോക്ക് ചെയ്യാനും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പെൺകുട്ടി അതനുസരിച്ചില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. അപ്പം അന്ന് ആ സമയത്തും കൂടെ കോള് വന്നപ്പോഴും ചാറ്റ് ചെയ്തപ്പോഴുമാണ് അതിനുശേഷം അതായത് അന്ന് രാത്രി പുലർച്ചെ 3 മണിക്ക് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചതിനു ശേഷം പിറ്റേന്ന് നിങ്ങൾ ഈ കുട്ടിയെ കാണുന്ന സമയത്ത് ശരീരത്തിൽ പാടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ രാഹുലിനോട്? ചോദിച്ചു. അന്ന് ഞങ്ങൾ ഇവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ കുട്ടിയെ കാണുന്നത്. കാരണം സാധാരണ എന്നും എണ്ണിക്കുന്നത് ആ ഒരു ഉച്ച ടൈമിലാണ്. തല്ലിയതിന്റെ പിറ്റേ ദിവസമാണോ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അവിടെ സന്ദർശനം നടത്തിയത്? അതെ അതെ സന്ദർശനം നടത്തിയത്. അടുക്കള കാഴ്ച ചടങ്ങിന് അവരിവിടെ വരുന്നത്. അടുക്കള കാഴ്ച എന്ന് പറയുന്ന ആ പരിപാടിക്ക് തൊട്ടു മുമ്പ് ആ ദിവസം പുലർച്ചെ 3 മണിക്കാണ് മർദ്ദനമേൽക്കുന്നത്. ഇവർ വരുന്നത് വരെ നിങ്ങൾ ആ കുട്ടിയെ കണ്ടില്ല. രക്ഷിതാക്കൾ കാണുമ്പോഴാണ് നിങ്ങളും ഇത് കാണുന്നത്. രാവിലെ നിങ്ങൾ ഈ കുട്ടിയെ കണ്ടതില്ല? ഈ പെൺകുട്ടി രാഹുലിന്റെ അമ്മയും കണ്ടിട്ടില്ല കുട്ടിയെ? ഞങ്ങള് കണ്ടത് ഇല്ല. രാഹുലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ മർദ്ദിച്ചു എന്ന വിവരം? രാഹുലും പറഞ്ഞിട്ടില്ല? രാഹുലിന്റെ കൂടെ തന്നെ രാഹുലും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി തടസ്സം നിൽക്കുമായിരുന്നു. ഞങ്ങൾ രാഹുൽ പെൺകുട്ടിയെ മർദ്ദിച്ചത് ശരിയായി എന്നപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മർദ്ദിച്ചത് ശരിയായില്ല, പക്ഷെ ഈ പറയുന്ന രീതിയിൽ മർദ്ദിച്ചിട്ടില്ല. ഈ പറയുന്ന ഇത്രയും രീതിയിൽ മോശമായ രീതിയിലൊന്നും അവൻ മർദ്ദനത്തിന്റെ ഡിഗ്രി അവിടെ നിൽക്കട്ടെ. അത് ഏതുതരം ഡിഗ്രി ആണെങ്കിലും കുട്ടിയുടെ ശരീരത്ത് കുട്ടിയുടെ സമ്മതമില്ലാതെ കൈവയ്ക്കാൻ ഭർത്താവിനാണെങ്കിലും അവകാശമില്ല, മർദ്ദനത്തിന്റെ രൂപത്തിലാണെങ്കിൽ. അപ്പോൾ രാഹുൽ മർദ്ദിച്ചത് ശരിയായില്ല എന്ന നിലപാട് നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിങ്ങനെ മർദ്ദിച്ചത് ശരിയായില്ല എന്നതാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. രാഹുൽ മർദ്ദിച്ചത് എങ്ങനെയാണെങ്കിലും അത് തെറ്റായ കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല. രാഹുൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അല്ലേ? രാഹുൽ ചെയ്തത് എന്താണെങ്കിലും തെറ്റ് തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയോ ചെയ്യാൻ പാടില്ല. പക്ഷെ അവൻ അത് ചെയ്യാനുണ്ടായ സാഹചര്യം കൂടെ നമ്മളത് കണക്കിലെടുക്കണം. സ്വാഭാവികമായും ആ പെൺകുട്ടിയോടോ പെൺകുട്ടിയുടെ കുടുംബത്തോടോ രാഹുലിന് പറയാവുന്നതായിരുന്നു. രാഹുലിനോട് അങ്ങനെ ഏതെങ്കിലും ഒരു അൺവാണ്ടഡ് ചാറ്റിലോ ഈ കുട്ടി ഏർപ്പെട്ടു എന്നത് അദ്ദേഹത്തിന് വിഷമമാകുന്ന പക്ഷം സ്വാഭാവികമായും ആ പെൺകുട്ടിയോടോ പിറ്റേ ദിവസം അടുക്കള കാഴ്ചയ്ക്ക് വരുന്ന രക്ഷിതാക്കളോട് പറയാമായിരുന്നു. അത് ശരിയാണ്, സ്വാഭാവികമായിട്ടും അത് പറയാമായിരുന്നു. പക്ഷേ അന്ന് ഉണ്ടായെന്ന് വെച്ചാൽ ഈ കല്യാണപ്പരയിൽ പോയപ്പോഴും ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. ഈ കുട്ടിയും മദ്യപിക്കുന്നതാണ്, രാഹുലിൻ്റെ വൈഫ് മദ്യപിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അന്ന് മദ്യപിച്ചിട്ടാണ് കല്യാണപ്പുരയിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ ഇവർ ബീച്ചിൽ പോകുന്നതും ഒക്കെ മദ്യപിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം ഇങ്ങനത്തെ കോളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ പലവട്ടം അവളോട് ആവർത്തിച്ച് പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണും ആ നമ്പറുമായിട്ട് ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും ഈ കുട്ടി വീണ്ടും അത് ചെയ്യാതിരുന്നു. പിന്നെയും
ചാറ്റിംഗ് ചെയ്യുകയും റിപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഒരു നിമിഷം, ഇങ്ങനെ ഒരു വാക്ക് ഈ തർക്കത്തിലേക്ക് ഇത് പെൺകുട്ടി കടക്കാൻ മദ്യപിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇത് രാഹുൽ പറഞ്ഞ മൊഴികളല്ലേ? അറിയാമായിരുന്നു. ബോധ്യമാണ്. അല്ലല്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ പക്ഷെ അത് കുഴപ്പമില്ല. രാഹുലും കഴിക്കുന്ന ആളാണ്. ഈ പെൺകുട്ടിയുമായിട്ട് കമ്പനി കൂടുന്നു, ശരി, ഭാര്യയുമായിട്ട് അതിനുശേഷം തിരിച്ചു രണ്ടുപേരും അവർ തമ്മിൽ രണ്ടുപേരും മദ്യപിച്ചു, രണ്ടുപേരും. പക്ഷെ അടി കിട്ടിയത് പെൺകുട്ടിക്കാണ്. പെൺകുട്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ രാഹുൽ എവിടെയുണ്ട്? അവന് കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അവൻ ഞങ്ങളോടൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവന് കിട്ടിയിട്ടുണ്ടോ, അവന് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് ഞങ്ങളോട് ഇതുവരെ. പക്ഷേ ശരീരത്തിൽ വളരെ വളരെ മൃഗീയമായ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടു. അതെങ്ങനെ വന്നതായിരിക്കും പിന്നീട്? അത് വ്യക്തമല്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല. കാരണം നമ്മളത് നേരിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് എനിക്കത് പറയാൻ അറിയാത്തത്. അത് മനസ്സിലായി. ഒരു കാര്യം കൂടി, ഈ രാഹുലിന്റെ അമ്മയോ നിങ്ങളോ എത്ര സ്ത്രീധനമാണ് പ്രതീക്ഷിച്ചത് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും? ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ സ്ത്രീധനം വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ന് വരെ അവന് സ്ത്രീധനം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഇവിടെ വന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന സമയത്ത് അച്ഛനും ആ മാമനും പാപ്പനും എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും ഞങ്ങളുടെ കസിൻസ്, അതായത് ഞങ്ങളുടെ വേണ്ടിയപ്പെട്ട കാരണവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് എത്തിയില്ല. അപ്പം അവർ ചോദിച്ചത് സ്ത്രീധനം വേണോന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴും ഞങ്ങൾ വേണ്ടാന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട. പിന്നെ രാഹുൽ പറഞ്ഞത് 5-ാം തീയതി അതെനിക്ക് വ്യക്തമാണ്. പക്ഷെ അപ്പോഴും എന്റെ സംശയം, ഈ രാഹുൽ നേരത്തെ വിവാഹം കഴിച്ച വിവരം, രജിസ്റ്റർ ചെയ്ത വിവരം എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ നിങ്ങൾ അറിയിക്കാഞ്ഞത്? പെൺകുട്ടിയോട് പറഞ്ഞതിന് ശേഷം ഈ കുട്ടി തന്നെയാണ് ഈ വിവാഹത്തിലേക്ക് മുൻകൈയെടുത്ത് വീണ്ടും തിരിച്ചു വന്നത്. കാരണം ഒരേ ദിവസമാണ് ഈ വിവാഹമോചനം നേടിയിട്ടില്ല എന്ന വിവരം പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിക്കാഞ്ഞത് എന്തുകൊണ്ട്? പറഞ്ഞിരുന്നു. ഇല്ല പറഞ്ഞിരുന്നു. അല്ല, അത് ചെയ്യുന്നത് തെറ്റല്ലേ? ഹിന്ദു വിവാഹ നിയമപ്രകാരം നിങ്ങൾക്ക് ബഹുഭാര്യത്വം അനുവദനീയമല്ല. ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു വിവാഹം കഴിക്കാനേ സാധിക്കില്ല. അപ്പോൾ കുറ്റകൃത്യം അവിടെ ചെയ്തു. ഡൈവോഴ്സിന് വേണ്ടി അവനെല്ലാം പേർപ്പസ് എല്ലാം നീക്കിയതാണ്, മുന്നോട്ട് നീക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. ഡൈവോഴ്സിന് വേണ്ടിയിട്ട് ഓൾറെഡി അവനെല്ലാം സ്ഥിരീകരിച്ചു. താങ്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു. ആ രജിസ്റ്റർ ചെയ്ത വിവാഹം ഡിവോഴ്സിന്റെ ഘട്ടത്തിലാണ് മറ്റൊരു വിവാഹം കഴിക്കുന്നത്. അതെ. വിവാഹമോചനം നേടുന്നതിന് മുമ്പ് രാഹുൽ വിവാഹം കഴിച്ചുവെന്ന് താങ്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം മുൻകൈ എടുത്ത് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. വിവാഹമോചനം നേടുന്നതും രണ്ടാണ്. വിവാഹമോചനം നേടുന്നതിന് മുമ്പ് വിവാഹം രാഹുൽ കഴിച്ചു എന്നുള്ളത് താങ്കൾ ഉറപ്പാക്കുന്നു. ശരി, ഒരു കാര്യം കൂടി, ഇപ്പോൾ രാഹുൽ എവിടെയുണ്ട്? ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല കുഞ്ഞെവിടെയാണെന്നുള്ളത്. കാരണം ഇന്നലെ അവസാനം വിളിച്ചപ്പോൾ രാഹുൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ജർമ്മനിയിലേക്ക് പോകുന്നു എന്നാണോ? ഇല്ല. വക്കീലിനെ കാണാനാണ് അവൻ പോയത്. അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് യാതൊരുവിധ വിവരവും ഇല്ല, ഒരറിവുമില്ല. രാഹുൽ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതിനകം? അവൻ ആകെ ഓൾറെഡി വിവാഹമായിട്ട് കഴിച്ചത് ഇത് മാത്രമാണ്. മറ്റേത് നിശ്ചയം കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്തു. അത് രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. കാരണം ഈ കല്യാണം കഴിയുന്നതിനോടൊപ്പം തന്നെ കുട്ടിയെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളൊരിത് കൊണ്ടാണ് നേരത്തെ തന്നെ രജിസ്റ്റർ. അത് ആ വീട്ടുകാരുടെ കൂടെ താല്പര്യപ്രകാരമാണ്. ആ കുട്ടി ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, വിവാഹം ആലോചന നടത്തിയിരുന്നു. അവരിവിടെ വന്ന് കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കിയതാണ്. ഞങ്ങൾ അത് നിശ്ചയമായിട്ടൊന്നും നടത്തിയിട്ടില്ല. ഇവിടെ ഇതുപോലെ വന്ന് പെണ്ണിന്റെ പെൺകുട്ടിയുടെ അമ്മയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. താങ്കൾ ഒന്ന് തുടരുക. അതിന് മുമ്പ് എനിക്ക് ചെറിയ ഇടവേള വേണം. പക്ഷെ ഇടവേളയ്ക്ക് മുമ്പ് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അമ്മ ഇപ്പോൾ ഈ പെൺകുട്ടി, ഈ രാഹുലിന്റെ ബന്ധു പറയുന്നത് രാവിലെ 3 മണിക്ക് ഈ രാഹുലും പെൺകുട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. മൊബൈൽ ഫോണിലേക്ക് വന്ന ചാറ്റിന്റെ പേരിൽ നിന്നാണ്. സ്ത്രീധനം ഒരു തർക്ക വിഷയമേ ആയിരുന്നില്ല. അങ്ങനെയാണോ അമ്മ? അല്ല, പച്ചക്കള്ളം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഇത് കേട്ടിട്ട്.
ഞാൻ ചിലപ്പോൾ എന്റെ നെഞ്ചു പൊട്ടി മരിച്ചു പോകും. ഇത്ര പച്ചക്കള്ളം പറയാൻ ഇവരൊരു സ്ത്രീയാണോ, അല്ലെങ്കിൽ ഇവരൊരു അമ്മയാണോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ടല്ലേ ഇവര് അമ്മയാകുന്നതും സ്ത്രീയാവുന്നതെല്ലാം? ഇവര് ഈ പച്ചക്കള്ളം പറയുന്നത് എന്തിനാണ്? ഇത്ര പച്ചക്കള്ളം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ അടുക്കള കാണാൻ ചെല്ലുമ്പോൾ എന്റെ മകളെ കാണാഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലെ അടുക്കളയിൽ കയറി ചെല്ലുന്നത് ഞാനാണ് ആദ്യം. അപ്പൊ ചെല്ലുമ്പോ ഈ അമ്മയും ഈ പെങ്ങളും ആരും ഞങ്ങളോട് മിണ്ടിയില്ല. അങ്ങനെ ഞാൻ ചോദിക്കുകയാണ്, നീ എന്റെ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറഞ്ഞു മോളിലുണ്ട്, ഇറങ്ങി വന്നിട്ടില്ല, ഞങ്ങളാണ് ഈ ജോലിയെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഞാൻ ഓർത്തു എന്താണ് ഇറങ്ങി വരാത്തത്. ഞാൻ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം എന്റെ മോളെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അത് കഴിഞ്ഞ് രാഹുലിനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മ ഇതേ ഞങ്ങള് ഡ്രസ് ചെയ്യാണ്, ഉടനെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് വരായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഇറങ്ങി വരുന്നത്. രാഹുൽ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞു, ഞങ്ങള് ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നപ്പോ 4 മണിയായി, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അപ്പോഴും ഡ്രസ് ചെയ്യാണെന്ന്. പച്ചക്കള്ളം. അത് കഴിഞ്ഞ് എന്റെ അനിയത്തി ചോദിച്ചു ഇവരോട്, ഈ അമ്മനോട്. അപ്പൊ അവര് പറഞ്ഞ എന്തെന്നാണോ, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന്. അത് കഴിഞ്ഞ് ഇനി ശേഷമാണ് എന്റെ മോളെ ഇറങ്ങി വരുന്നത്. അതിനുശേഷം എന്ന് വെച്ചാല് എന്റെ ബന്ധുക്കൾ, എനിക്ക് സർജറി കഴിഞ്ഞത് കൊണ്ട് എനിക്ക് സ്റ്റെയറൊന്നും കയറാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കൂടെ വന്നവര് കുറെ പേര് മുകളിലോട്ട് കയറി ചെന്ന്. അപ്പോഴും എന്റെ മകളെ കാണാനില്ല. അപ്പോഴും ചോദിക്കണ്ട എന്റെ അനിയത്തി, എന്തേ മകളെന്തേ. അത് മനസ്സിലായി. പക്ഷെ അമ്മ, ഈ സ്ത്രീധനത്തിന്റെ കാര്യം എപ്പോഴെങ്കിലും ഈ രാഹുലിന്റെ കുടുംബത്തിലെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്? ഞങ്ങള് കല്യാണത്തിന് ചെല്ലുമ്പോൾ ഇവര് സൂചിപ്പിച്ചിട്ടില്ല. അതൊരു സത്യമാണ്. എന്ന് വെച്ചാൽ എങ്ങനെ, ഞങ്ങൾ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോന്ന്. ഞാനല്ല പോയത്, എന്റെ ഭർത്താവ് അങ്ങനെ ഒരു 5-6 പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് എന്ത് കൊടുക്കുന്നുവോ അത് സന്തോഷം എന്ന് പറഞ്ഞു. ശരി, അതനുസരിച്ച് ഞങ്ങൾ കൊടുക്കാൻ പറ്റാവുന്നത് കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അവര് എന്റെ മകൾ അവിടെ ചെന്നതിന് ശേഷം ഇവര് അമ്മ മിണ്ടില്ല അവളോട്. അത് കഴിഞ്ഞിട്ട് അവര് പറയുന്നത് എന്താണെന്നറിയാമോ, എന്റെ മോനി ഇതിനേക്കാൾ കൂടുതൽ കിട്ടും, കാർ ഈ പെൺകുട്ടിയോട് രാഹുലിന്റെ അമ്മ പറഞ്ഞു. ആ ഒരു ശത്രുത പറഞ്ഞു ഇതിൽ കൂടുതൽ ഞങ്ങളുടെ മകൻ കിട്ടും, ഇതൊന്നുമല്ല, ഇതെല്ലാം അവര് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് പെൺകുട്ടി അമ്മയോട് സൂചിപ്പിച്ചിരുന്നോ എപ്പോഴെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ? പിന്നെ അവള് ഇങ്ങനെ രാഹുലിന്റെ അമ്മ സ്ത്രീധനത്തിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നതായിട്ട് അമ്മയോട് പറഞ്ഞിരുന്നോ ഫോൺ ചെയ്യുമ്പോ? ഇല്ല, ഫോൺ ചെയ്യാൻ അവൾക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാല് ഞാൻ 5-ാം തീയതി കല്യാണം കഴിഞ്ഞ് ഗുരുവായൂരിന്ന് പോയതിനു ശേഷം എന്നോട് എല്ലാവരും ചോദിക്കും മോള് വിളിച്ചോന്നു. പക്ഷെ മോളെ വിളിച്ചാൽ എനിക്ക് കിട്ടാറില്ല. ഒരു 2 ദിവസം അടുപ്പിച്ച് വിളിച്ചപ്പോൾ ഇവനാണ് എടുത്തത്. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പക്ഷെ 2 കാര്യങ്ങൾ പറയുന്നത്, ഈ മകൾക്കൊരു അൺവാണ്ടഡ് കോളുകൾ, അനാവശ്യമായ ചില കോളുകൾ വന്നിരുന്നുവെന്നും അത് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചതെന്നുമാണ് രാഹുലിന്റെ ബന്ധു പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അനാവശ്യ കോളുകൾ വരുന്ന സംബന്ധിച്ച് തർക്കമുള്ള വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ? ഇല്ല, അതും പച്ചക്കള്ളം. അവർക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണ്ടേ? ഞാൻ ചോദിക്കട്ടെ മോനെ, ഈ നമ്മൾ മാട്രിമോണി വഴി ഒരു വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. ഒരെണ്ണമല്ല വരുന്നത്, ഒരുപാട് കാര്യങ്ങൾ വരും. അത് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പയ്യൻ സന്ദീപ് എന്ന് പറഞ്ഞത്, അതിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞങ്ങൾക്ക് നാളെ ചേരില്ല. അതുകൊണ്ടിട്ട് നല്ല കാര്യമായിരുന്നു, ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ നമ്മള് ഹിന്ദു ആചാരപ്രകാരം നാളുകളൊക്കെ നോക്കിയാണല്ല. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാമില് ഇവളുടെ ഫോട്ടോ കണ്ടപ്പോൾ അവൻ മെസ്സേജ് അയച്ചു, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. പിന്നെ അവന്റെ ഉള്ളിൽ ഇവളോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നമ്മൾക്കുടെ മക്കളെ ആർക്കൊക്കെ ഇഷ്ടപ്പെടാം. അങ്ങനെ അത് വ്യക്തമാണ്. അതൊക്കെ അവരുടെ സ്വകാര്യതയാണ്, അത് നമ്മൾ പുറത്ത് ചർച്ച ചെയ്യേണ്ട വിഷയവുമല്ല. മാത്രമല്ല, ഇതൊന്നും മർദ്ദനത്തിന്റെ കാരണമേ ആകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അത് ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ആരോടെങ്കിലും ഒരു സൗഹൃദമോ ഇഷ്ടമോ ഉണ്ടോ എന്നുള്ളതൊന്നും ഈ രാഹുലിന് മർദ്ദിക്കാനുള്ളൊരു കാരണമേ ആകുന്നില്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അത് ആ പെൺകുട്ടിയുടെ ഇഷ്ടം അത് അവിടെ തന്നെ നിൽക്കട്ടെ. അതിന്റെ കാരണം എന്താണെങ്കിലും മർദ്ദിച്ചത് ശരിയായില്ല. അഡ്വക്കേറ്റ് ഷാനിബ എന്നോട് ക്ഷമിക്കണം, ഇവരുടെ 2 പേരുടെയും ഭാഗങ്ങൾ വിശദമായി കേൾക്കാനുള്ളത് കൊണ്ടാണ് എനിക്ക് അഡ്വക്കേറ്റ് ഷാനിബയിലേക്ക് എത്താൻ കഴിയാതെ പോയത്. ഇപ്പോൾ രാഹുലിന്റെ ബന്ധു പറഞ്ഞത് നമ്മൾ കേട്ടു, അമ്മ പറഞ്ഞത് നമ്മൾ
കേട്ടു. അഡ്വക്കേറ്റ് ഷാനിബ, എന്താണ് ഇതിലെ നിയമവഴികൾ, നിയമസാധ്യതകൾ? പോലീസിന്റെ ഭാഗത്ത് നിഷ്ക്രിയത്വം ആദ്യഘട്ടത്തിലുണ്ടായി, ഇപ്പോൾ CA അടക്കം സസ്പെൻഷനിലായിരിക്കുന്നു. നിയമങ്ങൾ നോക്കുകുത്തിയാകുമ്പോഴും ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ചുരുങ്ങിയ വാക്കുകളിൽ, എനിക്ക് 1 മിനിറ്റേ സമയമുള്ളൂ അഡ്വക്കേറ്റ് ഷാനിബ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ആദ്യം പറയാനുള്ളത്, പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു 498 അല്ലെങ്കിൽ ഒരു സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരം ഒരു റിപ്പോർട്ട് പോകുമ്പോൾ ശരിക്കും അതിൽ കംപ്ലൈനന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. പോലീസുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ഈ ഓപ്പോസിറ്റ് പാർട്ടീനെ വിളിക്കും. ഈ പ്രതി എന്ന് പറയുന്ന ആളെ വിക്ടിമിന് വേണ്ടിയിട്ട് അവർ വിളിച്ചു വരുത്തിയിട്ട് ആക്ഷൻ ഹീറോ ബിജു സ്റ്റൈലിൽ അവരുടെ വക ഒരു സെറ്റിൽമെന്റ് ആണ്. നിങ്ങൾ സ്വർണം കൊടുക്കൂ, ഇതിന്റെ പിന്നാലെ നിങ്ങൾ നടക്കണ്ട, പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് തീർത്തേക്കുന്നു. ഇങ്ങനെ ഇവർ ഈ സെറ്റിൽ ചെയ്ത് വിടാനുള്ള റൈറ്റ് ഇവർക്ക് എവിടുന്നാ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ കേസിലും, ഈച്ച് ആൻഡ് എവറി കേസ്, ആദ്യം പോലീസ് സ്റ്റേഷൻ സെറ്റിൽമെന്റ് പാർട്ട് കഴിഞ്ഞിട്ടേ വേറെ എന്തും നടക്കുള്ളൂ. പോലീസുകാർ ആരാണ്? ജഡ്ജസ് ആണോ? ഈ ക്രൈം എവിടെയാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത്? ഈ ക്രൈം എവിടെയും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഈ ഒഫൻസ് എവിടെയും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഈ വിക്ടിമിനോടുള്ള ഡ്യൂട്ടി പ്രൊട്ടക്ട് ചെയ്യേണ്ട വെറും ഫോഴ്സ് മാത്രമാണ് പോലീസുകാർ. അവരത് ചെയ്യാതെ അവർ ജഡ്ജസ് ആവുന്നു, അവരത് സെറ്റിൽ ചെയ്യുന്നു. ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയമില്ല. ഒരു FIR കുറയട്ടെ, ഇത് തീരട്ടെ, അതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇവിടെ എത്ര കേസുകളിൽ 498 ശിക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിക്ഷിക്കാത്തത്? പോലീസിന്റെ ലെഥാർജിയാണ്. കാരണം അടിക്കുന്നത് ഇടിക്കുന്നതൊന്നും നമ്മളുടെ അതിൽ ഒരിക്കലും ഒരു വലിയ ക്രൈം അല്ല. ഇത്രയും വലിയൊരു സംഭവം എന്ത് ലാഘവത്തോടെയാണ് ബന്ധു പറഞ്ഞത്? അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അടിക്കാനുള്ള റൈറ്റ് എവിടെ നിന്നാണ് വരുന്നത് അരുൺ? ഈ അടിക്കാനുള്ള റൈറ്റ് എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് എവിടെയാണ് ഈ അടിക്കാനുള്ള റൈറ്റ് വരുന്നത്? അതാ രാഹുലിന്റെ ബന്ധു സമ്മതിക്കുന്നുണ്ട്, അത് ചെയ്തത് ശരിയായില്ല, അതൊരു കുറ്റകൃത്യമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. നേരത്തെ വിവാഹമോചനം നേടാതെ വിവാഹം കഴിച്ച 2 കാര്യങ്ങളും രാഹുലിന്റെ ബന്ധു തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ കാരണത്തെക്കുറിച്ച് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതിന്റെ ഒരു നോട്ട് ശ്രദ്ധിച്ചോ? അടിച്ചു, പക്ഷെ ഈ പറയുന്ന രീതിയിലൊന്നും അടിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ പറയുന്ന രീതി? മരിക്കണോ, കൊല്ലണോ? അപ്പോഴേ നിങ്ങൾ അത് കൺവിൻസിംഗ് ആവുള്ളൂ. ആൾക്കാർക്ക് ഭീകരമായിട്ടുള്ള അതാണ് പ്രധാനപ്പെട്ട ചോദ്യവും. നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. രാഹുലിന്റെ ബന്ധുവിനോട് ഒറ്റ കാര്യം മാത്രം, രാഹുൽ ചെയ്ത് തെറ്റാണെന്നറിയാം, നിയമത്തിന് മുന്നിൽ രാഹുൽ ഹാജരാകുകയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞത് എന്തുവാന്ന് വെച്ചാല്, ഈ പറഞ്ഞ അവനെ കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ബെൽറ്റ് ഉപയോഗിച്ച് അടിച്ചു, ശരിയല്ല. അതെ അത് ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല അവനെ. അതാണ് ഞങ്ങള്. താങ്ക് യു. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവത്തിലാണ് ഇവിടെ നേരിട്ട് നിങ്ങൾ കക്ഷിയല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾ വെളിപ്പെടുത്താത്തത്. താങ്ക് യു. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേർന്നത് പെൺകുട്ടിയുടെ അമ്മയ്ക്കും രാഹുലിന്റെ ബന്ധുവിനും അഡ്വക്കേറ്റ് ഷാനിബയ്ക്കും നന്ദി. Debate with Arun Kumar.